അധ്യായം 3. അങ്ങനെ മഹാപുരോഹിതനായ എല്യാശീബും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻ വാതിൽ പണിതു. അവർ അത് പ്രതിഷ്ഠിച്ച് അതിന്റെ കതകുകളും വച്ചു. ഹമ്മേയ ഗോപുരം വരെയും ഹനനയേൽ ഗോപുരം വരെയും അവർ അത് പ്രതിഷ്ഠിച്ചു. അവർ പണിതതിനപ്പുറം യെരീഹോക്കാർ പണിതു. അവരുടെ അപ്പുറം ഇമ്രിയയുടെ മകനായ സക്കൂർ പണിതു. മീൻവാതിൽ ഹസേനായക്കാർ പണിതു. അവർ അതിന്റെ പടികൾ വച്ചു. കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. അവരുടെ അപ്പുറം ഹക്കോസിന്റെ മകനായ ഊരിയാവിന്റെ മകൻ മെരേമോത്ത് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം മെശേസ്ബയേലിന്റെ മകനായ ബെരേഖ്യാവിന്റെ മകൻ മെശുല്ലാം അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ബാനയുടെ മകൻ സാദോക്ക് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം തെക്കോവ്യർ അറ്റകുറ്റം തീർത്തു. എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. പഴയ വാതിൽ പാസേഹയുടെ മകനായ യോയാദയും ബെസോദ്യാവിന്റെ മകനായ മെശുല്ലാമും അറ്റകുറ്റം തീർത്തു. അവർ അതിന്റെ പടികൾ വച്ചു. കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. അവരുടെ അപ്പുറം ഗിബെയോന്യനായ മെലത്യാവും മെലോനോധ്യനായ യാദോനും ഗിബെയോന്യരും മിസ്പായരും നദിക്ക് ഇക്കരെയുള്ള ദേശാധിപതിയുടെ ന്യായാസന സ്ഥലം വരെ അറ്റകുറ്റം തീർത്തു. അതിനപ്പുറം തട്ടാന്മാരിൽ ഹർഹയ്യാവിന്റെ മകനായ ഉസിയേൽ അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം തൈലക്കാരിൽ ഒരുവനായ ഹനന്യാവ് അറ്റകുറ്റം തീർത്തു. വീതിയുള്ള മതിൽ വരെ യെരുശലേമിനെ ഉറപ്പിച്ചു. അവരുടെ അപ്പുറം യെരുശലേം ദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ ഹൂരിന്റെ മകൻ രഫായാവ് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ഹരുമഫിന്റെ മകൻ യദായാവ് തന്റെ വീട്ടിന് നേരെയുള്ള ഭാഗം അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം ഹഷ്ബനയാവിന്റെ മകൻ ഹത്തുഷ് അറ്റകുറ്റം തീർത്തു. മറ്റൊരു ഭാഗവും ചൂളകളുടെ ഗോപുരവും ഹാരീമിന്റെ മകൻ മൽക്കിയാവും പഹത്ത് മോവാബിന്റെ മകൻ ഹശുബുവും അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം യെരുശലേം ദേശത്തിന്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹല്ലോഹേശിന്റെ മകൻ ശല്ലുമും അവന്റെ പുത്രിമാരും അറ്റകുറ്റം തീർത്തു. താഴ്വര വാതിൽ ഹനൂനും സാനോഹ് നിവാസികളും അറ്റകുറ്റം തീർത്തു. അവർ അത് പണിത് അതിന്റെ കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. കുപ്പവാതിൽ വരെ മതിൽ 1000 മുഴം കേടുപോക്കി. കുപ്പവാതിൽ ബേത് ഹഖേരം ദേശത്തിന്റെ പ്രഭുവായ രേഖാബിന്റെ മകൻ മൽഖിയാവ് അറ്റകുറ്റം തീർത്തു. അവനത് പണിത് അതിന്റെ കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. ഉറവുവാതിൽ മിസ്പാദേശത്തിന്റെ പ്രഭുവായ കൊൽഹോസയുടെ മകനായ ശല്ലുൻ അറ്റകുറ്റം തീർത്തു. അവനത് പണിതു, മേച്ചൽ കഴിച്ചു. കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. രാജോദ്യാനത്തിന്റെ നീർപ്പാത്തിക്കരികെയുള്ള കുളത്തിന്റെ മതിലും ദാവീദിന്റെ നഗരത്തിൽ നിന്നിറങ്ങുന്ന കൽപ്പടി വരെ തീർത്തു. അവന്റെ അപ്പുറം ബേത്സൂർ ദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ അസ്ബുക്കിന്റെ മകൻ നെഹമ്യാവ് ദാവീദിന്റെ കല്ലറകളുടെ നേരെയുള്ള സ്ഥലം വരെയും വെട്ടിക്കുടിച്ച കുളം വരെയും വീരന്മാരുടെ ആകാരം വരെയും അറ്റകുറ്റം തീർത്തു. അതിനപ്പുറം ലേവ്യരിൽ ബാനിയുടെ മകൻ രഹും അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം കെയിലാദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ അശബ്യാവ് തന്റെ ദേശത്തിന്റെ പേർക്ക് അറ്റകുറ്റം തീർത്തു. അതിനുശേഷം അവന്റെ സഹോദരന്മാരിൽ കെയിലാദേശത്തിന്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹേനാദാദിന്റെ മകൻ ബവ്വായി അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം മിസ്പാ പ്രഭുവായ യേശുവയുടെ മകൻ യേസർ
കോണിങ്കലെ ആയുധശാലയ്ക്കുള്ള കയറ്റത്തിന് നേരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. അതിനുശേഷം ഷബ്ബായിയുടെ മകൻ ബാരുക്ക് ആ കോണു തുടങ്ങി മഹാപുരോഹിതനായ എല്യാശീബിന്റെ വീട്ടുവാതിൽ വരെ മറ്റൊരു ഭാഗം ജാഗ്രതയോടെ അറ്റകുറ്റം തീർത്തു. അതിനുശേഷം ഹക്കോസിന്റെ മകനായ ഊരിയാവിന്റെ മകൻ മെരേമോത്ത് എല്യാശീബിന്റെ വീട്ടുവാതിൽ തുടങ്ങി എല്യാശീബിന്റെ വീട്ടിന്റെ അറ്റം വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. അതിനുശേഷം നാട്ടുപുറക്കാരായ പുരോഹിതന്മാർ അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം ബെന്യാമീനും ഹശൂബും തങ്ങളുടെ വീട്ടിനു നേരെ അറ്റകുറ്റം തീർത്തു. അതിനുശേഷം അനന്യാവിന്റെ മകനായ മയസേയാവിന്റെ മകൻ അസരിയാവ് തന്റെ വീട്ടിനരികെ അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം ഹേനാദാദിന്റെ മകൻ ബിന്നുവി അസരിയാവിന്റെ വീട് മുതൽ കോണിന്റെ തിരിവുവരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. ഊസായിയുടെ മകൻ പാലാൽ കോണിനും കാരാഗ്രഹത്തിന്റെ മുറ്റത്തോട് ചേർന്നതായി രാജധാനി കവിഞ്ഞ് മുമ്പോട്ട് നിൽക്കുന്ന ഉന്നത ഗോപുരത്തിനും നേരെ അറ്റകുറ്റം തീർത്തു. അതിനുശേഷം പരോശിന്റെ മകൻ പെദായാവ് അറ്റകുറ്റം തീർത്തു. ദൈവാലയദാസന്മാർ ഓഫേലിൽ കിഴക്ക് നീർവാതിലിനെതിരെയുള്ള സ്ഥലം മുതൽ കവിഞ്ഞു നിൽക്കുന്ന ഗോപുരം വരെ പാർത്തുവന്നു. അതിന്റെ ശേഷം തെക്കോവ്യർ കവിഞ്ഞു നിൽക്കുന്ന വലിയ ഗോപുരത്തിന് നേരെ ഓഫേലിന്റെ മതിൽ വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. കുതിരവാതിൽ മുതൽ പുരോഹിതന്മാർ ഓരോരുത്തൻ താന്താന്റെ വീട്ടിന് നേരെ അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം ഇമ്മേലിന്റെ മകൻ സാദോക്ക് തന്റെ വീട്ടിന് നേരെ അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം കിഴക്കേ വാതിൽ കാവൽക്കാരനായ ശെഖന്യാവിന്റെ മകൻ ശമയ്യാവ് അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം ശേലമ്യാവിന്റെ മകൻ ഹനന്യാവും സലാഫിന്റെ ആറാമത്തെ മകൻ ഹാനൂനും മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം ബേരഖ്യാവിന്റെ മകൻ മേശുല്ലാം തന്റെ അറയുടെ നേരെ അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം തട്ടാന്മാരിൽ ഒരുവനായ മൽക്കിയാവ് ഹമീഫ് ഖാദ് വാതിലിന് നേരെ ദൈവാലയദാസന്മാരുടെയും കച്ചവടക്കാരുടെയും സ്ഥലം വരെയും കോണിങ്കലെ മാളികമുറി വരെയും അറ്റകുറ്റം തീർത്തു. കോണിങ്കല മാളികമുറിക്കും ആട്ടുവാതിലിനും മധ്യേ തട്ടാന്മാരും കച്ചവടക്കാരും അറ്റകുറ്റം തീർത്തു.